ഹലോ, ഹായ്. എന്നാലും ഭക്ഷണം കഴിച്ച ഉച്ച സമയമാണ്. ഞാനിന്ന് കമ്പിൽ വരെ പോകാനുണ്ടായിരുന്നു. ഒരാവശ്യമുണ്ട്, ഒരു ചെറിയൊരു സർപ്രൈസ്. അങ്ങനെ പോയിട്ട് ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നേ. അതെല്ലാം എടുത്ത് വന്ന് ഇനിയിപ്പോ ചോറ് വെക്കാൻ നോക്കിയിട്ടില്ല. ഗ്യാസ് തീർന്നു. ഓട്സ് ആക്കാന്ന് വെച്ച് നോക്കുമ്പോക്കില് ഗ്യാസ് തീർന്നു. അപ്പൊ അടുത്ത ഗ്യാസ് ഫിറ്റ് ചെയ്യണം. ഇനി പണിയെടുക്കും. അപ്പൊ എന്റെ കരണ്ടിന്റെ വലിയ 1500 ചില്ലറ. അപ്പം കരണ്ടിലും വന്നു. എന്തൊരു വെയിറ്റാണ് ഈ ഗ്യാസിന്. ഇനിയിപ്പോ എടുത്തങ്ങോട്ട് വെക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. അതുപോലെ വിളിക്കുക, ഇല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ്. അയ്യല്ലപ്പ നോവി, എടാ നോവി, ഇങ്ങോട്ടന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. ഇന്ന് ചോറ് വെച്ചിട്ടേ ഇപ്പൊ ചട്ടുപ്പാറയ്ക്ക് പോണം. അപ്പൊ ചോറ് വെക്കുന്നില്ല, ഓട്സിൽ ഒപ്പിക്കാന്ന് വിചാരിച്ചു. ഉച്ചക്ക് ശേഷം പോകാന്ന് വിചാരിച്ചു. നീ അന്നാ കുറ്റി പിടിച്ചേ. അവിടെ ഇതാരാ ഗ്യാസ് ഓഫ് ആക്കിനി? നീ കൊണ്ടുവന്നേ. ഗ്യാസ് ഓഫ് ആക്കിയത് താഴോട്ടോ മേലോട്ടാ? താഴോട്ടല്ലേ? പക്ഷെ എല്ലാം പണിപാടി. മേലോട്ട് പോണം, താഴോട്ട് ഓഫ്. കൺഫ്യൂഷൻ തീ. സുഖമായിട്ടിരിക്കുന്നു. ഉച്ചഭക്ഷണം കഴിച്ചില്ല, കഴിക്കണത്രേ. ഞാനൊരു ഗ്യാസും കുറ്റി പിടിക്കാൻ ഓനോ ഹെൽപ്പ് ചെയ്യാന്ന് വിളിച്ചു. അപ്പൊ ഓൻ ഒറ്റക്ക് എടുത്താടെ കൊണ്ടുവച്ച് ഉരുട്ടിയിട്ടാണേ. പൊളിച്ച് ഓക്കെ. പഞ്ചമി. അയ്യോ, കുറ്റിയെല്ലാം പൊന്തിക്കണമെങ്കിലുണ്ടല്ല. ഇനി ഇതിനെ ഹായ്, എല്ലാവർക്കും ഹായ് കേട്ടാ. സൗമ്യ, വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല, ചുമ്മാ ലൈവ് ഇടാന്ന് വിചാരിച്ചു. ഒന്ന് കമ്പിലെല്ലാം പോയി വന്ന് ലൈവ്. ഞാൻ ഓട്സ് ആക്കാൻ വെച്ചിനെ. അപ്പൊ കുറ്റി തീർന്നു, ഗ്യാസിന്റെ കുറ്റി തീർന്നിട്ട് ഇങ്ങനെ കിടന്നേ. അപ്പൊ ഓട്സ് ഇങ്ങനെ പൊതിർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ചോറ് വെച്ചിട്ടില്ല, ഓട്സാണ് പിള്ളേരും ഞാനെല്ലാം കൂടി. ഗ്യാസ് തീർന്നു പോയി. നാട്ടിലെവിടെയാണ് എന്താ ഉച്ചക്ക് വിഭവം? ഓട്സ്. ഇന്നങ്ങ് എന്റെ വീട്ടിലേക്ക് പോണം. അപ്പൊ കുറച്ച് ലേറ്റായി. അപ്പൊ പിന്നെ ഉച്ച കഴിയുമ്പോ ഇനി എന്തായാലും 2 മണി 3 മണി 4 മണിയാവും അങ്ങോട്ട് എത്തുമ്പോ, ചട്ടുകപ്പാറ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓട്സ് അങ്ങനെ ആക്കി കുടിച്ചിട്ട് പോകാം. ചോറ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഹോം എടുക്കാൻ ഫയർ സ്റ്റേഷനിൽ പോയ പോലെ ഇല്ല. ഇനിയിപ്പോ ഇത് തിളപ്പിക്കുന്ന വരെ വേറെ ഒരു കാര്യമായിട്ടൊരു പണിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അതായത് പിന്നെ 2 ചപ്പല എനിക്കൊരു ഷോപ്പിലാണ് അയച്ചു തന്ന്. അപ്പൊ അതിന്റെ ഒന്ന് ഫോട്ടോ എടുത്തേക്കണ പോലെ. നല്ല ചെരുപ്പാണ് കേട്ടാ. ആ ഫോട്ടോയില് ഞാൻ ഇട്ടാ. അങ്ങനെ കമ്പിലാന്ന് അത് കൊടുത്തേച്ചത്. അത് വാങ്ങാൻ പോയതാണ്. ഒരു ചെരുപ്പാന്ന് അവർ അയക്കാന്ന് പറഞ്ഞ് 2 കാണുന്നുണ്ട് അതിന്റെ കൂടെ. തിരിച്ചു കൊടുക്കണ്ട, എന്നോട് തന്നെ എടുത്തോന്ന് പറഞ്ഞ്. ചപ്പലിട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണം പോയി. നല്ല ക്ലിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഹോം ടൂർ ലൈവ്. ചെരുപ്പ് ഇവിടെ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുന്നുണ്ട്. 2 പെട്ടി തുറന്ന് ഇവിടെ ഓപ്പൺ ആക്കിയവിടാന്ന്. നല്ല രസമുണ്ട്. ഒന്ന് ഞാൻ സെലക്ട് ചെയ്ത് ചെരുപ്പ്, ഒന്ന് അവർ എന്നോട് അഭിപ്രായം ചോദിക്കാതെ അതിന്റെ കൂടെ എക്സ്ട്രാ ഇട്ട ഒരു ചെരുപ്പ്. അതിന് നല്ല പൈസ ഉണ്ട് കേട്ടോ ആ ചെരുപ്പിന്. നമുക്കൊന്ന് 1000-ന്റെ മേലെ വരുമായിരിക്കും ഒരു ചെരുപ്പിന്. ഒരു കല്ലേലും വെച്ച മുത്തലുള്ള ഒരു ചെരുപ്പ്. അത് ആദ്യമായിട്ട് വന്നൊരു സംഭവമാണ് കേട്ടാ. ആദ്യമായിട്ട് കണ്ണൂരുള്ള ഷോപ്പാണ്. അവർ കമ്പിലേക്ക് കൊറിയർ അയച്ചിട്ട് അവിടുന്ന് ഒരു ഷോപ്പ് ഇവിടുന്ന് വാങ്ങി. ചെരുപ്പ് കടയുടെ പ്രൊമോഷനാണോ അങ്ങനെ വേണമെങ്കിലും പറയായിരിക്കും. ആദ്യമായിട്ടുള്ള സംഭവമാണ്. എനിക്കിതിനെ പറ്റി വലിയ പിടുത്തൊന്നുമില്ല. ജസ്റ്റ് ഫോട്ടോ എടുക്കണമെന്നാ അവർ പറഞ്ഞത്. വീഡിയോസ് ഒന്നും വേണ്ട, ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി എന്നാ പറഞ്ഞേ. ഇപ്പൊ എടുക്കണം.
ചെരുപ്പ് അപ്പുറം ഉണ്ട്, സോഫേന്റെ അപ്പുറം. ഇപ്പം കാണിക്കുന്നില്ല, ഇട്ടിട്ട് ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. നല്ല കാറ്റാണ് കേട്ടാ. ഇവിടെ ഫുള്ള് മരങ്ങൾ മുറിച്ചുകൊണ്ട് ഇവിടെ ഒടുക്കത്തെ കാറ്റ്. കടൽ തീരത്ത് പോയ അവസ്ഥ എപ്പോ ഫുൾ ടൈം കാറ്റ്. ഇതാണെങ്കിൽ ഇടക്കിടക്ക് സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വാതിൽ തുറന്നു വെച്ചാൽ. എന്റെ വീട് എവിടെയാ? മയിൽ ചെക്കാട്ട്. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഹായ്. നാട്ടിലെവിടെയാ? ഗ്യാസ് തീർന്നു പോയി. രഞ്ജിത്ത്, കണ്ണൂർ. ഞാൻ കണ്ണൂര് മയ്യിൽ. നല്ല രസമില്ല മണി പ്ലാന്റ് കാണേ. കണ്ണൂർ മയ്യിൽ. റേഞ്ച് ഉണ്ടാവില്ല ഇവിടെ. അടുക്കളയിൽ വന്നാൽ ഒട്ടും റേഞ്ച് കിട്ടൂല. ഓട്സ് എല്ലാം കരിഞ്ഞു പോയി. അടിയിലൊരു പിടുത്തം ഉണ്ടാവും ഫസ്റ്റ്. ഇത് നമുക്ക് മൂന്നാക്കുള്ള ഓട്സാണ്. ചെറിയ മോനും എനക്കും മൂത്ത മോനും. കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും എന്ന് തോന്നുന്നു. യോ ഫോൺ നോക്കിയിട്ട് വെള്ളം പറഞ്ഞു. ആ ചെരുപ്പ് പ്രൊമോഷൻ എന്ന് പറയാം. അവർക്ക് അതായിരിക്കൂലേ. അവരൊരു സിമ്പിൾ കടയാണ്. വലിയ അങ്ങനെ ഫോളോവേഴ്സ് ഒന്നും അധികം കണ്ടിട്ടില്ല. അപ്പോൾ അവര് എൻ്റെ ഇൻസ്റ്റയിൽ ഇടാൻ പറയുമായിരിക്കും. ഇൻസ്റ്റാഗ്രാം എന്ന് ഫേസ്ബുക്ക് അല്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമെന്ന് അവര് അത് ഇടാൻ പറയുമായിരിക്കും. എൻ്റെ ഏട്ട് ചെയ്തിട്ട് അങ്ങനെ. അപ്പൊ അവരെ കടേൻ്റെ ഇതുമായി അവർക്ക് ഫോളോവേഴ്സും കിട്ടൂലേ, ചെരുപ്പിന്റെ ആയി. അങ്ങനെ ഫോട്ടോ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എടുക്കാൻ. സുഖം. വീഡിയോ അങ്ങനെ മറ്റു നമുക്ക് പണിവാളിയാണ്. ഓ റേഞ്ച് ഉണ്ടാ? അധികം കട്ടാലുണ്ട്. ഇവിടെ വർക്ക് ഏരിയയിൽ എപ്പോ റേഞ്ച് കുറവാണ്. ഇനി ഇപ്പൊ ഫോട്ടോ എടുക്കണം. അല്ലെങ്കിൽ ഇന്നൊരു അണ്ണാച്ചി ലുക്കാണ്. ഫോട്ടോ ലുക്ക് ഉണ്ടാവില്ല. നാട്ടിൽ വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ വരാം. അതാരാന്ന്? ആവശ്യത്തിന് റേഞ്ചും ഉണ്ട്. ഉച്ചക്ക് ഓട്സ് ആണോ? ആ ഓട്സ് ആണ്. ചോറ് വെച്ചാല് ശരിയാവില്ല. ഇന്നങ്ങ് ചട്ടുകപ്പാറയ്ക്ക് പോണം. അപ്പൊ അങ്ങോട്ടേക്ക് പോകണം. എന്നിട്ട് ഇനി അങ്ങോട്ട് പോകണം. അവിടെ നിന്ന് ഞായറാഴ്ച ഇങ്ങോട്ടേക്ക് വരും. നാളെ ലീവല്ലേ, അവിടെ ആടെ വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞു. ബാബാ ഹായ്. അറിയോ സൗമ്യ ജി? അറിയാം. മാങ്ങ വാങ്ങാൻ വന്നത്. സൗമ്യ ചെരുപ്പ് എന്ന പുതിയ മോഡൽ എന്താ സൗമ്യ? ചെരുപ്പെന്ന പുതിയ മോഡൽ ചെരുപ്പിറക്കുമോ? മോഡലൊന്നല്ല, മോഡലുണ്ട്. രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിനി. എന്റെ കാലിന് സ്യൂട്ടാവോ ഇഷ്ടപ്പെട്ട കൊണ്ടാവുന്നത്. രണ്ടും ബ്ലാക്ക് അവര് തന്നെ. ഒന്ന് വൈറ്റ് കിട്ടിയാൽ ബ്ലാക്ക് പടാ. ഞാൻ വാങ്ങിയ ഒരു ബ്ലാക്ക് ഉണ്ട് ഓൾറെഡി. പിന്നെ ഇവര് തന്നത് 2 ചെരുപ്പ്. അത് രണ്ടും ബ്ലാക്കാണ്. ഒരു ബ്ലാക്ക് ഞാൻ സെലക്ട് ആക്കിനു. ഒന്ന് അയക്കുന്നാന്ന് പറഞ്ഞതേനു. അവർ 2 അയച്ചിട്ടുണ്ട്. കുറച്ച് ഹീലും ഉണ്ട് കേട്ടോ. അതിന് നല്ല ഇത്ര ഹീലുണ്ട്. ഹീൽ എനിക്ക് ഞാൻ ഭയങ്കര ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഹീലിട്ട ചൊറയാണ്. അവരയച്ച കൂട്ടത്തിൽ ഇപ്പൊ നല്ല ചെരുപ്പ് അങ്ങനെയുള്ളൂ. പിന്നെ ഹീലിന്റെ അല്ലേ അവര് ഫോട്ടോ എടുക്കാൻ പറയൂ. ഹീല് ചില്ലല്ലാന്ന്. അപ്പോൾ ചില്ലുള്ള ചെരുപ്പിലെല്ലാം കുറച്ച് റേറ്റ് ഉണ്ടാവും. കല്ലെല്ലാം വെച്ചൊരു ചപ്പലാന്നേ. ചട്ടുകപ്പാറ എൻ്റെ വീട്. ഞാൻ ജനിച്ചു വളർന്ന വീട്. നെറ്റ് സ്ലോ. ചട്ടുപ്പാറ അവിടെ അനിയത്തിയുണ്ട്. ഓള് പ്രസവിച്ചിട്ട് കിടന്നു. അവിടെ കുട്ടിയുണ്ട്, മോനുണ്ട്, കുഞ്ഞുമായി. ഓളെ മോള് ഇന്ന് വന്നിന് ചെറുത്. ഓള് കണ്ണൂരാ പഠിക്കല്. അപ്പോൾ അങ്ങനെ നിന്നിനു. അപ്പൊ ഇന്ന് വന്ന്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ എല്ലാരും ഉണ്ട്. ഹായ്, നമസ്കാരം. മാങ്ങ കഴിഞ്ഞു, ഇനി ഓട്സ് ആവാം. ഞാൻ മാങ്ങേന്റെ ഒരു റീലെടുത്തിനെ. ആ ട്യൂണ് കിട്ടാത്തോണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അവിടെ സേവ് ആക്കി വെച്ചിന്. ആ ഒരു വോയിസിന് വേണ്ടിട്ട് ഇങ്ങനെ. രാവിലെ അപ്പൊ മാങ്ങുന്ന, ഉച്ചക്ക് അപ്പൊ മാങ്ങുന്ന, വൈകുന്നേരം അങ്ങനെ ഒരു ട്യൂണുള്ളൊരു ഇതുണ്ടേനു. വൈകുന്നേരം അപ്പൊ മാങ്ങുന്നേ, രാത്രി മാങ്ങ, ഫുൾ ടൈം മാങ്ങ, അങ്ങനെ ഒരു റീൽ ഉണ്ടേനു. അപ്പൊ നോക്കുമ്പോ അതിന്റെ ഓടി എനിക്ക് കിട്ടിയിട്ടില്ല. ഇടണ്ടേ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടിയാൽ ഇടാം. ഇപ്പൊ ഓട്സ് തിളച്ച് ഇനിയിപ്പോ വേഗം മാറ്റിട്ട് 2-3 ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ഓക്കെ ആണോ നോക്കിയിട്ട് വേണം ചട്ടുപ്പാറയ്ക്ക് പോകാൻ.
ഹായ് ചേച്ചി റഫീഖ്, ഹായ് ഷിച്ചിൽ കാർത്തി. മയ്യിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ചട്ടുകപ്പാറ സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂൾ, പിന്നെ നളന്ദ കോളേജ്, പിന്നെ ITC കൂത്തുപറമ്പ്. ഞാൻ അവിടെയൊക്കെയാണ് പഠിച്ചത്. കുറച്ച് മേക്കപ്പ് ആകാമായിരുന്നു. മേക്കപ്പ് ഇട്ടിട്ടില്ല. അയ്യോ, കൈക്കൽ തുണി മേക്കപ്പ് ഇട്ടിട്ടില്ല. കൈക്കൽ തുണി ഫ്രഷ് ആട്ടോ, നല്ല അലക്കിയത്, മുഖം വരെ തോർത്താ, പുതിയ തുണിയാ. അതേ, പിന്നെ മേക്കപ്പ് ഇട്ടിട്ടില്ല. ലിഫ്റ്റിക്ക് മാത്രമേ കാര്യമായിട്ട് ഇട്ടിട്ടുള്ളൂ. അതെന്തായാലും ഇപ്പം വന്നിട്ടൊരു മേക്കപ്പ് ഇടണമെന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ ചെരുപ്പിന്റെ ഫോട്ടോ എടുക്കുമ്പോ മേക്കപ്പിലിട്ട് പോയിട്ട് ക്ഷീണം പിടിച്ച കോലായിരിക്കും പിന്നെ. അപ്പൊ ഇന്നൊന്ന് മുഖം കഴുകിയിട്ട് ഇപ്പം മേക്കപ്പ് ഇട്ടിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഒരു പുതിയ ഡ്രസ്സും ഉണ്ട്, അത് എപ്പോൾ ഇടണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പം കിട്ടിയത്. ചെരുപ്പിന് പറ്റിയതാണ്. അത് രസമുണ്ടാകുന്നൊന്നും അറിയില്ല. ഇവിടെ കുറച്ച് തണിയാൻ വെക്കുന്ന പെട്ടെന്ന് തണിഞ്ഞോളൂ. പണ്ടാര ഫാനിന് പ്രശ്നമാണില്ല. അതിന്റെ സ്വിച്ച് അമർത്തിയാൽ ഞാൻ അന്നേരേ പറഞ്ഞതിന് പ്രശ്നം കേട്ടോ. ഈ ചുമരിലൊന്നും ആക്കിത്താണ്. ഇതിന് അതിന്റെ പ്ലഗ് ഉണ്ടല്ലോ. ഓക്കെ, ഗ്ലാമറാണ് ബ്രോ, താങ്ക് യു. ഹായ് ചേച്ചി, ഫുഡ് കഴിച്ചോ? ഹായ്, നമസ്കാരം സൗമ്യ, കണ്ണൂർ. എവിടെയാണ് വീട്? പനി വന്നോ? പനിച്ചിട്ടില്ല, മുടിയെല്ലാകെ പാറിക്കിടന്നേ. ഇന്നലെ ഒന്ന് തലയെല്ലാം കഴുകി. ഈ ഫാനിനെ ഞാൻ മിക്കവാറും അടിച്ച് കൊല്ലും കേട്ടോ. എപ്പെങ്കിലും ഇങ്ങനെ ചൊറ വിളിച്ച് മനസ്സിനൊരു ഇറിറ്റേഷൻ ആക്കുന്ന ഒരു ഫാനായിരുന്നു. കറങ്ങി, അതൊന്ന് തണിയിട്ട്. കാറ്റ് ഭയങ്കരമായി വീശുന്നു അവിടുന്ന്. പറയത്ത് ഭയങ്കര സൗണ്ട് കണ്ടാ. ഇതിനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വാതിൽ തുറക്കൽ കുറവാണ്. ഒന്നാമത് റോട്ടിലെ പൊടി കംപ്ലീറ്റ് ഇങ്ങോട്ട് വരും. നല്ല കാറ്റ്, നല്ല കാറ്റ് കണ്ടാ. ഫുള്ള് കാറ്റാന്നേ. വീഡിയോ കാണുന്ന പറയുന്നില്ല. അതിശക്തമായ കടൽ തീരത്ത് പോയ അവസ്ഥ. ഇപ്പാടെ മരങ്ങൾ മുറിച്ച ശേഷം മുന്നിൽ മരങ്ങളുണ്ടെങ്കിൽ അത്ര കാറ്റ് വരില്ലല്ലോ. ഇതിപ്പം പ്ലെയിൻ ഏരിയ ആയതുകൊണ്ട് ഒരു ഇടു എന്ന് പറയാം. അവിടെ ഒരു ഇറക്കം പോലത്തെ സ്ഥലമാണ് കാണാൻ. പോകാം. കമ്മൽ എത്രയാ ഉള്ളത്? കമ്മൽ കുറേ ഉണ്ട്. കമ്മൽ ഭ്രാന്തിയാണ് ഞാൻ. കമ്മൽ ഭ്രാന്തി. ഇപ്പം കുറച്ച് വാങ്ങൽ കുറഞ്ഞിട്ടുണ്ട്. നളന്ദ കോളേജിൽ എത്ര ഇയറിലാണ് പഠിച്ചത്? നളന്ദ കോളേജിൽ പഠിച്ചത് 2006, 2007 ആയിരിക്കും. 2007, 2006. മഴയോ ഇവിടെയോ? മുടിഞ്ഞ വെയിൽ, ഏപ്രിൽ മാസത്തെ വെയിൽ പോലെ ഒരു വണ്ണത്താൻ. പക്ഷേ ഏപ്രിൽ മാസത്തെ വെയിൽ പോലെ ഇത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ കായ് എനിക്കൊന്ന് റബ്ബറിന്റെ കായാന്നല്ലേ. കണ്ടാ നമ്മളെ ജാതിക്ക പോലെ കിടക്കുന്നുണ്ട് കേട്ടാ. സെയിം സാധനം. ഇത് റബ്ബറിന്റെ കായാണ്. ടപ്പ് 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 ഇങ്ങനെ പൊട്ടി പൊട്ടി വീണ് വച്ചാക്ക. ഞാൻ ചെരുപ്പിട്ടിച്ച് ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ എന്റെ കാലിന്റെ നഖം പൊട്ടിപ്പോയി. അതാണിപ്പോ ഏറ്റവും വലിയ വിഷമം. ഒരു ഡാൻസ് കളിച്ചില്ലേ ഞാൻ സോഫേന്റെ അടുത്ത്. സോഫ കൊറ്റ കുത്ത് അപ്പാട് നഖയിലേ കൂടി എന്താ പറയാ മൊട്ടയടിച്ചു പറയും. താടി വെച്ചാള് ഷേവ് ചെയ്യാൻ പോയ താടീന്റെ അവസ്ഥ. ആ കായ് കണ്ട ഇങ്ങനെ ഭയങ്കര സൗണ്ട്. കായ് ഫുള്ള് റോഡ് മേലെല്ലാം പൊട്ടി പൊട്ടി വീണിട്ടുണ്ട്. നമ്മളെ സ്ഥലം ഇതാ കണ്ട മുന്നില് ഇടുപ്രദേശമാണ്. വണ്ടി വരുന്നൊക്കെ തുള്ളിച്ച വണ്ടിക്കാർ ഇതാണ്ട. മരങ്ങൾ മുറിച്ചോണ്ട് ഭയങ്കര കാറ്റ് കണ്ട. കാറ്റ് ശബ്ദമുണ്ട് കാറ്റിന്റെ. നല്ല കൊടുങ്കാറ്റ്. ഇതാ കണ്ടു വരെ തുറക്കാൻ പോയില്ലേ. അതെല്ലാം പാറിപ്പറക്കുന്നാണ്ട ബീച്ചിപ്പോയ അവസ്ഥ. ഭയങ്കര കാറ്റാണ്. ഈ അടിക്കുന്ന കാറ്റാ വീട്ടിലേക്ക് ഫുള്ള് വാതില. വീട്ടിൽ നിന്ന് ആ മണിമുട്ടുന്ന ശബ്ദം ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റുകൊണ്ട്. ഇവിടെ വലിയ ഇട്ടുപോലെ ഒരു അങ്ങനെ വലിയ കുന്നുമലയൊന്നല്ല സംഭവം. എല്ലാരും ചോദിച്ചില്ലേ. ഇവിടെ ഒരു ഇറക്കത്രേ ഉള്ളൂ.
ഇവിടെ നിരപ്പായ സ്ഥലം, പക്ഷെ ഇത് വലിയ ഹൈറ്റുള്ള സ്ഥലമായിരുന്നു. നമ്മൾ മണ്ണെല്ലാം താഴ്ത്തി എടുത്തിയാണ്. ഏകദേശം ഈ വീട്ടിന്റെ 2ാം നിലേന്റെ പകുതി വരെ ഉണ്ടായിരുന്നു ഹൈറ്റ്. അത് നമ്മൾ മണ്ണെടുത്ത് താത്തെടുത്ത് കണ്ട അപ്പുറം കണ്ടൊരു വീടു അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. മണ്ണെടുത്തിട്ട് അങ്ങനെ വീടെടുത്തിയാണ്. ഹസ്ബൻഡിന്റെ സ്ഥലം തന്നെ, അച്ഛന്റെ. കാടമുട്ടയല്ല, അത് റബ്ബറിന്റെ മുട്ടാന്ന് പറയുവാണെങ്കിൽ. റബ്ബറിന്റെ നല്ലൊരു കായ് ഉണ്ടാവും. ആനക്കറിയില്ല എന്റെയാന്ന്. പൊട്ടി 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 റോഡ് നിറച്ചും വീണിട്ടുണ്ട്. ഇങ്ങനത്തെ ചെരുപ്പിടാൻ മറന്നു. ഓ താറ് പൊള്ളുന്നു. ഇതാ ഇങ്ങനത്തെ കായ്ന്നാ വരുന്നു. ഇതെന്റെ കായ റബ്ബറിന്റെയാ. അയ്യോ എന്റെ അമ്മേ, മഴക്കാലാന്ന് മനുഷ്യൻ പറയില്ല. അതാ അതിന്റെ അകത്തുനിന്നാ വരുന്നത്. മഴക്കാലാന്ന് മനുഷ്യൻ പറയില്ല. ഇത് വേനൽക്കാലം. ഏപ്രിൽ മാസം പോലെ ഇരിക്കുന്നു ജൂൺ മാസം. ഇല്ല, റബ്ബർ എന്ന് പറയുന്നത് ഇത് പകുതി വരെയുള്ള റബ്ബർ അവരത് കുടുംബക്കാരത് ശാന്താട്ടിന്റെ തന്നെ. ഓടിക്കോ, വണ്ടി വരുന്നുണ്ട്. അമ്മേ കാല് പൊള്ളി. എപ്പോ എന്തൊരു ചൂട്, ഭയങ്കരം കേട്ടാ. വെയിലോട് വെയിൽ. അപ്പുറത്തൊരു വീടുണ്ട്, തൊട്ടപ്പുറം ഒരു 2 കൂടി ഒരു കടങ്ങ് എന്ന് പറയുന്ന പോലത്തെ. അത് പ്രശാന്തേട്ടൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോളെ വീട്. കുടുംബക്കാരുടെ സ്ഥലം. പ്രശാന്തേട്ടൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ ഏട്ടൻ്റെയും സ്ഥലം. അങ്ങനെ 2. ഞാൻ പറഞ്ഞില്ല, കാറ്റ് കണ്ടു നിങ്ങൾ, ഭയങ്കര കാറ്റ്. അപ്പോഴൊരു പാട്ടെടുക്കാറുണ്ട്. ശരിക്ക് ആ പാട്ടെടുക്കണം, റീലല്ലേ. അവിടെ പോയി നിൽക്കുക കാറ്റടിക്കുമ്പോൾ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. ഓട്സ് തണിഞ്ഞായിരിക്കും. എന്നാ പിന്നെ ശരി കേട്ടാ, ഓക്കെ ബായ്. ഓട്സ് കഴിക്കണം, ഫോട്ടോ എടുക്കണം, പോകണം. അങ്ങനെ വിളി ഇപ്പം വരും. സുഹൃത്തെ സുഖമാണോ? സുഖമാണ്. അയ്യോ ഫാന് വട്ടം തിരിഞ്ഞ് ഞാൻ ഒരു സൈഡിലേക്ക് ആക്കിയതാണ്. ഓട്സ് തണിഞ്ഞ ഓട്സ് ആണ് കേട്ടോ. ഇന്നലെ ഓട്സ് ഇന്നലെ സാമ്പാറും ചോറും കട്ടിക്കിനാക്കി കേട്ടോ. എന്നാലും വയറിൽ അറിയും കഴിച്ചാൽ. അധികം വെള്ളാക്കിയ പിള്ളേർക്ക് ഇഷ്ടമല്ല. അവിടെ കുറച്ച് നല്ല കട്ടിയിൽ കാറ്റിന് തണിയിട്ട് വിടുന്നു. ഇങ്ങനെ ഇളക്കി കൊടുത്താലേ പെട്ടെന്ന് തണിഞ്ഞോളും. അപ്പൊ പിന്നെ ഓക്കെ ബൈ. ചെക്കന് മുന്തിരിങ്ങ കൊടുത്തിട്ട് പോതിർക്കണം എന്നിട്ട് ഞാൻ പോതിർത്തിനേനെ കഴിക്കുന്നില്ല. അത് ഉണക്ക മുന്തിരിങ്ങില്ലേ ചെറിയ, ഞാനത് കേക്കിലെങ്ങാനും ഇടാൻ വാങ്ങിയതാണ്. ചക്ക മുന്തിരിങ്ങ വന്നിട്ട് പൊതിർക്കണം എന്നിട്ട് രാവിലെ പൊതിർത്തിയാണ്. പക്ഷെ ഇതിന്റെ വെള്ളം എത്ര ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ കുടിച്ചിട്ടില്ല. എന്താ നല്ല നല്ല മധുരം, നല്ല ടേസ്റ്റ്. നല്ല മക്കളുണ്ട് 2 ഓർത്തു. ലീവായോണ്ട് കൊടുത്തിയാ ഞാൻ ഫോൺ കൊടുക്കല്ലോ, ഒളിപ്പിച്ച് വെക്കലാണ്. 2 കൂടി എടാ ചൂടധികമായ ഫോണ് പൊട്ടിത്തെറിച്ച് കേട്ടില്ല. നീ എവിടെങ്കിലും ഫോണി കൊണ്ടാ ഞാനും പറഞ്ഞുമ്പോ കാണും. നിങ്ങണ്ടാ കൊണ്ടോണ്ടാ. ഒരുത്തന അന്നെ വരുമ്പോ പറ്റിച്ചാന്നേ. ഇതെന്താന്ന് എല്ലാവർക്കും പറയാൻ പറ്റുവാ. അന്റെ ചെറിയ മോൻ ഞാൻ മയ്യിൽ പോയിട്ട് വരുമ്പോ അമ്മേ ഫ്രൂട്ടി അമ്മക്ക് വേണാന്ന് കണ്ടാ. മഞ്ഞളിട്ടിട്ട് വെള്ളം കലക്കിയിട്ട് അന്നെ പറ്റിച്ചോ. ഇതിന്റെ അടിയിൽ മാലക്കല്ലിയാന്ന് തോന്നുന്നു. ചെറിയ അമ്മ ഫ്രൂട്ടിയാന്ന്, ചെറിയ എന്റെ പണിയാന്ന്. അവിടെ നിന്ന് മഞ്ഞളെല്ലാം ഫുള്ള് എടുത്തിട്ട് എന്നാ അത് എന്മ ഞാനില്ല, വാതിന്മേൽ ഞാനില്ല പൊട്ടു. വേണ്ടാത്ത വിത്തക്കടി ഉണ്ടാവും. വേണ്ട ഒച്ച കണ്ടേ. കാറ്റ് കാറ്റ് വീണ്ടും കാറ്റോട് കാറ്റ്, നല്ല കാറ്റ്. എന്നാ പിന്നെ ഓക്കെ ബൈ, സീ യു കേട്ടാ. ഓക്കെ ചേട്ടാ. എല്ലാരും ഫുഡെല്ലാം കഴിക്കി. നമ്മൾ ഓട്സ് കഴിക്കട്ടെ. പിള്ളേരിടാ വെറുതെ ടിവിയും തുറന്ന് വെച്ചിട്ട് ഫോണും നോക്കി അലമ്പാക്കുന്നു. എടാ എന്റെ ചന്ത്, അയ്യോ കള്ളൻ, ഇവൻ എന്നെ പറ്റിച്ചു. ഞാൻ
നമ്മൾ ചിങ്കം എടുക്കാൻ നിൽക്കല്ലേ ചിങ്കം എടുത്തി നോക്കി അൽഫി ഇപ്പുറത്തോട്ടാ തൊണ്ടക്കേക്കല്ല അമ്മന്റെ അപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചായിരിക്കും 2:30 നമ്മള് കഴിക്കട്ടെ ഓട്സ് കേട്ടാ ഇവിടിങ്ങനെ ഇരിക്കേ ആടിരി അങ്ങനെ തുള്ളു എന്നാ പിന്നെ ശരി ഓക്കെ ബായ് കട്ടേനെ ഫിനിഷ്